കടലാക്രമണം രൂക്ഷമായ എറണാകുളം എടവനക്കാട് ബി.ജെ.പിയുടെ പ്രതിഷേധം. കടൽഭിത്തി ഉടൻ നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് നടുറോഡിൽ പ്രവർത്തകരുടെ ശയന പ്രദക്ഷിണം. ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു. എന്താണ് ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്? വേണു, കഴിഞ്ഞ രണ്ടാഴ്ചയായി എടവനക്കാട്ട് തുടരുന്ന പ്രതിഷേധത്തിന് അറുതിയില്ല. കടൽ ഭിത്തിയും പുലിമുട്ടും വേണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ബി.ജെ.പിയാണ് പ്രതിഷേധം നടത്തിയത്. 1/2 കിലോമീറ്ററിലധികം ബി.ജെ.പി പ്രവർത്തകർ ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ട് ഇപ്പോൾ എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം എത്തി നിൽക്കുകയാണ്. 55 കോടിയുടെ DPR ഈ കടൽ ഭിത്തി നിർമ്മാണത്തിന് വേണ്ടി എടവനക്കാട് നിന്ന് ജില്ലാ ഭരണകൂടം സർക്കാരിന് സമർപ്പിച്ചെങ്കിലും ഒരു തരത്തിലുള്ള അനുകൂല നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ MLA KN ഉണ്ണികൃഷ്ണൻ തീരദേശ ജനതയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. കൃത്യമായ ഇടപെടൽ MLA ഭാഗത്ത് ഉണ്ടാകുന്നില്ല, സർക്കാരിന് ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ബി.ജെ.പിയുടെ സമരം. അത് ഏകദേശം അരമണിക്കൂറോളം ഈ ബി.ജെ.പി ചെറായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ശയനപ്രദക്ഷിണം നടത്തി തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് മൗനം തുടരുകയാണെങ്കിൽ ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുള്ള സമരം. കഴിഞ്ഞ 20 വർഷമായി എടവനക്കാട്ടെ തീരദേശ മേഖലയിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. തീരദേശ ജനതയിലെ വീടുകളിലേക്ക് കടൽ വെള്ളം ഇരച്ചു കയറുന്ന കാഴ്ച. അപ്പോഴും അവർക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ പരിഹരിക്കാൻ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. എല്ലാ തവണയും പ്രതിഷേധം നടത്തുമ്പോൾ അവരെ അനുനയിപ്പിച്ച് പറ്റിച്ച് പറഞ്ഞുവിടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തവണ പക്ഷേ അങ്ങനെ മടങ്ങിപ്പോകാൻ തങ്ങൾ തയ്യാറായില്ല. ശക്തമായ പ്രതിഷേധം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കടല് രാത്രി കിടന്നുറങ്ങുമ്പോൾ കടല് വന്ന് തട്ടി വിളിക്കുന്നു. തങ്ങളുടെ ജീവിതത്തിന് എന്ത് സുരക്ഷയാണുള്ളതെന്ന് തീരദേശ ജനത ഒന്നാകെ ചോദിക്കുന്നു. ആ സമരം ഏറ്റെടുത്താണ് ബി.ജെ.പിയുടെ പ്രതിഷേധം ഇന്ന് ഇടവനക്കാട് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബി.ജെ.പി ചെറായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ജനകീയ സമരസമിതിയുടെ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉണ്ടാകും. അപ്പോഴും സർക്കാർ ഇതുവരെ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. എന്ന് പുലിമുട്ട് നിർമ്മാണം ആരംഭിക്കാനാകും അല്ലെങ്കിൽ കടൽ ഭിത്തി നിർമ്മാണം ആരംഭിക്കാനാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം 10 തീരദേശ പഞ്ചായത്തുകളാണ് സംസ്ഥാനത്തുടനീളം പ്രയോറിറ്റി ലിസ്റ്റിലുള്ളത്. അതിൽ ഏറ്റവും അവസാനത്തേതായാണ് ഇടവനക്കാട്ടെ കണക്കാക്കുന്നത്. അത് ഇടവനക്കാട്ടുകാരോടുള്ള ഒരു അനീതിയാണ്, അവരെ അവഗണിക്കുന്നതാണ് എന്നാണ് ഈ തീരദേശവാസികൾ പറയുന്നത്. MLA കൃത്യമായി ഇതിനൊരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇത്തരത്തിലൊരു ദുരിതം സംഭവിക്കുന്നതെന്ന് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ CPM അനുകൂല സംഘടനകൾ പോലും കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ജനകീയ സമരസമിതിക്കൊപ്പം ചേരുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. വരും ദിവസങ്ങളിലും സമാനമായ പ്രതിഷേധം എടവനക്കാട്ട് ഉണ്ടാകും. 21-ാം തീയതി വാവാണ്. അന്ന് കടലുകയറ്റം കൂടുതൽ സാധ്യതയുണ്ട്. അന്നായിരിക്കും പ്രതിഷേധം കൂടുതൽ ശക്തമാകുകയും ചെയ്യുക. വേണു. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.